Hi friends, welcome back to our channel Physics Tutorial. Hope all of you are doing well. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രിക് ചാർജസിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസാണ് അല്ലേ. വളരെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്, അതുപോലെ തന്നെ കൂളംസ് ലോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കുറച്ച് ന്യൂമറിക്കൽസും കൂടെ ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് പോയിൻ്റ് ചാർജസ് ആണ്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ കിട്ടും ഏകദേശം അല്ലേ. പോയിൻ്റ് പോലെയുള്ള ചാർജസ് വളരെ ചെറിയ ഇതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ചാർജസ് ആണ്. പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ രണ്ട് ചാർജസ് വളരെ ഡിസ്റ്റൻസിലാണ്, വളരെ ദൂരെയാണ് ഇരിക്കുന്നതെങ്കിൽ ആ രണ്ട് ചാർജസിനെ നമുക്കൊരു പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും, അതിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസസിനെയാണ് നമ്മൾ പോയിൻ്റ് ചാർജസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളതൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം അല്ലേ. അതായത് ഇഫ് ദ സൈസസ് ഓഫ് ചാർജ്ഡ് ബോഡീസ് ആർ വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ ദം, ഓക്കെ, വി ട്രീറ്റ് ദം ആസ് പോയിൻ്റ് ചാർജസ്. അതായത് ഇഫ് ദ സൈസസ് ഓഫ് ചാർജ്ഡ് ബോഡീസ് ആർ വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ ദം, then we can treat them as point charges. അപ്പോൾ അവയുടെ സൈസ് വളരെ ചെറുതാണ്, ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അത്രയും ഓർത്തിരുന്നാൽ മതി. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതായത് കൂളംസ് ലോയിൽ നമ്മൾ പോയിൻ്റ് ചാർജസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു പോയിൻ്റും കൂടെ പറയാനുണ്ട്. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് അത് സാധാരണ ന്യൂമറിക്കൽസൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2-3 പോയിൻറ്റ്സ്, വളരെ ഈസി ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. എന്തൊക്കെയാണ് ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ പറയുന്നത് ചാർജസ് ആർ അഡീറ്റീവ്. അതായത് അഡീറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ചാർജുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ദ ചാർജസ് ആയിരിക്കും. അതായത് ഇപ്പോൾ Q1, Q2, Q3 എന്ന് പറയുന്ന കുറേ ചാർജസ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ ടോട്ടൽ അല്ലെങ്കിൽ അവയുടെ സമ്മ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. അതിൻ്റെ സൈൻ കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്യാം. അപ്പോൾ Q എന്ന് പറയുന്നത് Q1 + Q2 + Q3 + എക്സെട്ര അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതൊരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ചാർജസിൻ്റെ. അതായത് ചാർജസ് ആർ അഡീറ്റീവ്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ്. എപ്പോഴും ചാർജുകൾ ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. അപ്പോൾ എന്താണ് ക്വാണ്ടൈസേഷൻ? അതായത് ഒരു ചാർജ് ഓഫ് എ ബോഡി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ ബേസിക് ചാർജ് ആയിരിക്കും. അതായത് E എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ചാർജാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കറിയാം 1.602 × 10⁻19 കൂളമാണ്. അതിൻ്റെ ഒരു ഇൻറ്റഗ്രൽ മൾട്ടിപ്പിളായിട്ട്, ഇത് ഇൻറ്റിജർ അല്ല, ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ ബേസിക് ചാർജ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ Q എന്ന് പറഞ്ഞാൽ ഒരു ചാർജാണ് അല്ലേ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ±n × E ആയിരിക്കും. എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1, 2, 3 എക്സെട്ര n. അതായത് ഒരിക്കലും ചാർജ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ E ആയിരിക്കാം, അല്ലെങ്കിൽ 2E, 3E, 4E, അതുപോലെ മാത്രമേ നമുക്ക് ചാർജുകളെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊരു ചാർജിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വീണ്ടും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 1.5E അല്ലെങ്കിൽ 2.5E, 0.5E അങ്ങനെയൊന്നും നമുക്ക് ചാർജുകളെ കാണാൻ പറ്റില്ല. ചാർജ് എപ്പോഴും എന്തായിരിക്കും, ഒരു ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ ബേസിക് ചാർജ് ആയിരിക്കും. അതിനെയാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചാർജ് ഓഫ് എ ബോഡി ഈസ് ഓൾവേസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ ബേസിക് ചാർജ്. അതായത് ഇലക്ട്രോണിക് ചാർജിൻ്റെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിളാണ്. ഈ ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Q is equal to ± or NE. N is 1, 2, 3 എക്സെട്ര n. ഓക്കെ, അവിടെ ഈയുടെ വാല്യൂ നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. 1.602 × 10⁻19 കൂളമാണ്. ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് നമുക്ക് സാധാരണ ചോദിക്കാറുള്ളതാണ്. അടുത്ത പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ചാർജസ് ആർ കൺസേർവ്ഡ് ആണ്. നമ്മൾ കൺസർവേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ. എനർജി കൺസർവേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് എനർജി കൺസർവേഷൻ? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്, ഓർ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പോയിൻറ്റ് ടു അത്. അങ്ങനെയാണ് നമ്മൾ എനർജിയുടെ കൺസർവേഷൻ പഠിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ചാർജിൻ്റെ കൺസർവേഷൻ. അതായത് ചാർജ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് or nor be destroyed, but it can be transferred from one point to another. അത് തന്നെ എഴുതിയാലും മതി. അതർവൈസ് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ എഴുതാം,
ടോട്ടൽ ചാർജ് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ചാർജിൻ്റെ കൺസർവേഷൻ ചോദിച്ചാൽ അത് തന്നെ എഴുതിയാൽ മതി. ചാർജസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ, ഇനി ചില സമയങ്ങളിൽ നമ്മളോട് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് ഏതെങ്കിലും മെൻഷൻ ചെയ്യാൻ പറയാറുണ്ട് എക്സാമിന്. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താ എഴുതിയാൽ മതി? അതായത് ചാർജസ് ആർ അഡീറ്റീവ്, അല്ലെങ്കിൽ ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ്, ഓർ ചാർജസ് ആർ കൺസേർവ്ഡ്. അപ്പോൾ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് അങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 ന്യൂമറിക്കൽസ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. വളരെ ഈസി ആയിട്ടുള്ളൊരു ന്യൂമറിക്കലാണ്. ഹൗ മെനി ഇലക്ട്രോണിക് ചാർജസ് ഫോം 1 കൂളം ഓഫ് ചാർജ്? ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ഇലക്ട്രോണിക് ചാർജസ് ഫോം 1 കൂളം ഓഫ് ചാർജ്. അപ്പോൾ അവിടെ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് എന്താണ്? നമുക്ക് ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? ഇലക്ട്രോണിക് ചാർജ് എന്ന് പറയുമ്പോൾ 1.6 × 10⁻⁻⁹ കൂളമാണ്. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? 1 കൂളം ചാർജ്, Q എന്ന് പറയുന്നത് 1 കൂളമാണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് എന്താണ്? എത്ര ഇലക്ട്രോണിക് ചാർജസ് ആണ് 1 കൂളം ചാർജ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ അവിടെ ഏതാ കാണാനുള്ളത്? N ആണ് കാണാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് എഴുതാം. അതായത് E = 1.6 × 10⁻⁹ ആണ്. Q എന്ന് പറയുന്നത് 1 കൂളമാണ്. ദെൻ ഹൗ വി ക്യാൻ ഫൈൻഡ് Q = N. E ആണ് ഇക്വേഷൻ. അതിൽ കാണാനുള്ളത് എന്താണ്? N ആണ് കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ N-നെ എങ്ങനെ എഴുതാം? N will be equal to Q/E. അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാമല്ലോ. N = Q/E ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 1/1.6 × 10⁻⁹ കൂളം. അപ്പോൾ എത്രയാണ് വാല്യൂ കിട്ടുന്നത്? യെസ്, ഇറ്റ് ഈസ് 6.25 × 10⁻18. അപ്പോൾ അത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്ത് ഫോം ചെയ്യുന്നത്? 1 കൂളം ചാർജിനകത്തുള്ളത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. Q = N × E. അതായത് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ് അവിടെ യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ കോംബ് ഡ്രോൺ ത്രൂ പേഴ്സൺസ് ഹെയർ കോസസ് 10⁻22 ഇലക്ട്രോൺസ് ടു ലീവ് ദ പേഴ്സൺസ് ഹെയർ ആൻഡ് സ്റ്റിക്ക് ടു ദ കോംബ്. കാൽക്കുലേറ്റ് ദ ചാർജ് ക്യാരിഡ് ബൈ ദ കോംബ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു കോംബ് കൊണ്ട് നമ്മൾ ഹെയർ കോംബ് ചെയ്യുന്ന സമയത്ത് വിച്ച് കോസസ് 10⁻22 ഇലക്ട്രോൺസ് ടു ലീവ് ദ പേഴ്സൺസ് ഹെയർ. അതായത് 10⁻22 ഇലക്ട്രോൺസ് ആണ് അയാളുടെ ഹെയറിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ലീവ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് അത് എന്ത് ചെയ്തു? അത് ലീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എവിടെയും പോകുന്നില്ല. അതെങ്ങോട്ട് ട്രാൻസ്ഫറായി? കോംബിലേക്ക് ട്രാൻസ്ഫറായി. കാൽക്കുലേറ്റ് ദ ചാർജ് ക്യാരിഡ് ബൈ ദ കോംബാണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ചാർജാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. N നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് Q ആണ്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ ഒന്ന് എടുത്ത് എഴുതാം. അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ്? N = 10⁻22 ആണ്. ഇലക്ട്രോണിക് ചാർജ് നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ്? 1.6 × 10⁻⁹ കൂളം. ദെൻ കാണാനുള്ളത് Q ആണ്. അപ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? യെസ്, ദാറ്റ് ഈസ് Q = Ne. ഓക്കെ, അപ്പോൾ ഏതാണ് കാണാനുള്ളത്? Q ആണ്. സോ Q = N × E. ഡയറക്റ്റായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. N-ന് പകരം 10⁻22, ദെൻ E 1.6 × 10⁻⁹. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? -1.6 × 10⁻³ കൂളം. അത്രയായിരിക്കും ചാർജ് ഓഫ് കോംബ് എന്ന് പറയുന്നത്. ചാർജ് കോംബിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ചാർജസ് എന്ന് പറയുന്നത് -1.6 × 10⁻³ കൂളമാണ്. ക്ലിയർ? അടുത്തത് ഇനി നമ്മൾ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതിനകത്തുള്ള ചില ക്വസ്റ്റ്യൻസും കൂടി വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൂളംസ് ലോ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് കൂളംസ് ലോ. അപ്പോൾ 2 പോയിൻറ്റ് ചാർജസ്, നമ്മൾ പോയിൻറ്റ് ചാർജസ് പറഞ്ഞു അല്ലേ? അതായത് 2 ചാർജസിന് ഇടയ്ക്കുണ്ടാവുന്ന ഡിസ്റ്റൻസ് വളരെ കൂടുതലും ഈ ചാർജസ് വളരെ ചെറുതുമാണെങ്കിൽ അവയെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? പോയിൻറ്റ് ചാർജസ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ ഉണ്ടാവുന്ന പോയിൻറ്റ് ചാർജസിന് ഇടയ്ക്കുണ്ടാവുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ആണ് കൂളംസ് ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ എങ്ങനെയാണ് കൂളംസ് ലോ കിട്ടുന്നത്, അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ലോ ആണ്. ലോ എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വർഷം യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചപ്പോൾ എഫ് കാണാനുള്ള, അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണാനുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? Gm(m1m2/r²) എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വരുന്നൊരു ലോ ആണ് കൂളംസ് ലോ.
ഓക്കെ, അവിടെ മാസുകളായിരുന്നെങ്കിൽ ഇവിടെ അതിന് പകരം ചാർജാണെന്ന് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അതായത് ഇവിടെ നമ്മൾ കാണുന്നത് 2 പോയിന്റ് ചാർജസിന് ഇടയ്ക്കുണ്ടാവുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണ്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നത്. അതായത് 2 ചാർജസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ Q1 Q2 എന്ന് പറയുന്ന 2 ചാർജസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ്. ദാറ്റ് വിൽ ബി F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 ഇൻറ്റു Q2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് r ആണെങ്കിൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ആണ്. അതേപോലെ തന്നെ F ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². അപ്പോൾ അത് ഒരുമിച്ച് എഴുതുമ്പോൾ F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2/r² എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ നോക്കാം. ഓക്കെ, എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ 2 സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജസ് is directly proportional to the product of the charges and inversely proportional to the square of the distance between them. Okay, clear ആയല്ലോ? അതായത് the force of attraction or repulsion between 2 stationary charges is directly proportional to the product of the charges and inversely proportional to the square of the distance between them. Okay. നമുക്ക് കൂളംസ് ലോയുടെ എക്സ്പ്ലനേഷൻ നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 2 ചാർജസ് Q1 Q2 അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? Q1 Q2ൻ്റെ പൊളാരിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ? സെയിം ചാർജസ് ആണെങ്കിൽ അവ റിപ്പൽ ചെയ്യും, അതുപോലെ തന്നെ അൺലൈക്ക് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ അവ അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഈ ചാർജസിൻ്റെ ഇടയ്ക്കുണ്ടാവുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് ആണ്. സോ Q1 Q2ന് പ്രൊപ്പോർഷണൽ ആണ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ F ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². ഇവയെ ചേർത്ത് എങ്ങനെ എഴുതാൻ പറ്റും? F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2/r² എഴുതാം. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന കോൺസ്റ്റൻ്റ് ആണ് 1/4πε0ε r എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇനി ഇവിടെ ε0 എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ ക്വാണ്ടിറ്റി ആണ് അല്ലേ? ε0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതുപോലെ തന്നെ ε എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. ഓക്കെ, അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിന് ε0 എന്നും ε അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? F is equal to 1/4πε0ε Q1 Q2/r². ഇനി ഇത് നമ്മളൊരു ഫ്രീ സ്പേസിലാണ് വെക്കുന്നതെങ്കിൽ, അതായത് Q1 Q2 എന്ന് പറയുന്ന ചാർജസ് ഫ്രീ സ്പേസിലാണെങ്കിൽ അതിനെ നമുക്ക് 1/4πε0 ഇൻറ്റു Q1 Q2/r² എന്ന് എഴുതിയാൽ മതി. ഇനി എപ്സിലോൺ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ε0 ഇൻറ്റു ε r ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ε ഇസ് ഈക്വൽ ടു ε0 ε r ആയതുകൊണ്ട് അതിൽ നിന്ന് ε r കാണാമല്ലോ. ε r വിൽ ബി ഈക്വൽ ടു ε/ε0. അതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇനി എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആണ്. ഇനി ε0യുടെ വാല്യൂ 8.854 ഇൻറ്റു 10⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ആ വാല്യൂ കൂടെ അറിഞ്ഞിരിക്കുക. ഇനി ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/4πε0യുടെ വാല്യൂ കാണാമല്ലോ. അതായത് അതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. 1/4 ഇൻറ്റു 3.14 ഇൻറ്റു 8.854 ഇൻറ്റു 10⁻12 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 9 ഇൻറ്റു 10⁻9 എന്നുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് കൂളംസ് ലോ നമ്മൾ ഫ്രീ സ്പേസിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ, അതായത് ചാർജസ് ഫ്രീ സ്പേസിലാണെങ്കിൽ ഈ 1/4πε0 കോൺസ്റ്റൻറ്റിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? 9 ഇൻറ്റു 10⁻9 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, മീഡിയത്തിലാണെങ്കിൽ മാത്രമാണ് എന്ത് വരുള്ളൂ? ε r കൂടെ വരുള്ളൂ. അപ്പോൾ ഫ്രീ സ്പേസിലാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? F is equal to 1/4πε0 Q1 Q2/r² എന്ന് എഴുതാം. ഇനി മീഡിയത്തിലാണെങ്കിൽ F is equal to 1/4πε0 ε r Q1 Q2/r² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ തൽക്കാലം ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. Now we can have a quick review. So what were the points we have discussed? First one was point charges. എന്തായിരുന്നു point charges? If the sizes of the charged bodies are very small as compared with the distance of separation between them, they will call it as
പോയിൻറ്റ് ചാർജസ്. ഓക്കെ, അടുത്ത കേസ് എന്തായിരുന്നു? പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് പറഞ്ഞത്. 3 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? ഏതൊക്കെയായിരുന്നു? ചാർജസ് ആർ അഡീറ്റീവ്, അതായത് ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ദ ചാർജസ് ആയിരിക്കും. ദെൻ Q is equal to Q1 plus Q2 plus Q3 etc. Okay. The next point was charges are quantized. Quantized means charges of a body in the universe will be an integral multiple of basic charge, that is the electronic charge, that is Q is equal to plus or minus n into E. Okay, n is equal to 1, 2, 3 etc. E is the charge of electron. Then next point was charges are conserved. That means the total charge of an isolated system is constant, or charges can neither be created nor be destroyed. പിന്നെ നമ്മൾ ചെയ്തത് 1-2 ന്യൂമറിക്കൽസ് ആണ് റിലേറ്റഡ് ടു ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. ദെൻ ലാസ്റ്റ് പോയിൻ്റ് എന്തായിരുന്നു? യെസ്, കൂളംസ് ലോ. എന്തായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ 2 സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജസ് ഈസ് directly proportional to the product of the charges and inversely proportional to square of the distance between them. Okay, നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? F is equal to 1/4 pi epsilon 0 epsilon r q1 q2 by r square. അതായത് in the case of any medium, ഇനി if it is in vacuum അല്ലെങ്കിൽ ഫ്രീ സ്പേസിലാണെങ്കിൽ എങ്ങനെ എഴുതാം? F is equal to 1/4 pi epsilon 0 q1 q2 by r square. Here epsilon is equal to epsilon 0 into epsilon r ആണ്. Here epsilon 0 permittivity of free space, epsilon r is the relative permittivity. Then epsilon r will be equal to epsilon by epsilon 0. അതുപോലെ തന്നെ epsilon 0യുടെ വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. 8.854 into 10⁻⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. Then 1/4 pi epsilon 0 is equal to 9 into 10⁻⁹. സോ ഇത്രയും പോയിൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത പാർട്ടിലാണ് നമുക്ക് ഡെറിവേഷൻസ് വരുന്നത്, അതായത് ഇലക്ട്രിക് ഫീൽഡ്, അതിൻ്റെ ഡെറിവേഷൻസ് എങ്ങനെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസിലേക്ക് പോവാം. അപ്പോൾ നൗ വി ക്യാൻ വൈൻഡ് അപ്പ് ദ വീഡിയോ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.